പ്രിയരെ, ഒരാൾക്ക് ദൈവത്തിന്റെ പ്രീതി ലഭിക്കുന്നത് കൊണ്ട് പൊട്ടക്കിണറില്ലെന്നോ പ്രശ്നങ്ങളില്ലെന്നോ ഒന്നും അർത്ഥമില്ല. എല്ലാം ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഈ മനുഷ്യനെ ദൈവം അങ്ങ് കരകയറ്റുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ആ പദം എൻ്റെ മനസ്സിൽ ഉടക്കിയത്, യോസഫ് ചെന്നിടത്തെല്ലാം അദ്ദേഹം ഒരു അടിമയായിരുന്നെങ്കിലും ദൈവം അവനെ അധികാരിയാക്കി. ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അടിമയാണ് യോസഫ്, പക്ഷെ അവനെ അധികാരിയാക്കി ദൈവം. കാരണം ദൈവത്തിന്റെ പ്രീതിയാണ് അവന്റെ മേൽ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു വിലയില്ല ഇപ്പം, പക്ഷെ നീ അധികാരിയാവും. നിന്റെ ചർച്ചിൽ ഒരു വിലയില്ല, പക്ഷെ നീ അധികാരിയാവും. ഹലോ, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ പൊത്തിഫർ അവനെ കണ്ട് പറഞ്ഞ കാര്യം, എന്റെ ഭാര്യ ഒഴികെ ബാക്കി എല്ലാറ്റിന്റെയും അധികാരം ഞാൻ നിനക്ക് തരുന്നു എന്നാ ബൈബിളിൽ എഴുതിയേക്കുന്നേ. ഓ, മിണ്ടുന്നില്ല. കാരാഗ്രഹത്തിൽ ചെന്നപ്പോ അധികാരിയായി, കൊട്ടാരത്തിൽ ചെന്നപ്പോ അധികാരിയായി, വീട്ടിൽ അവന് 11ാമത്തെ സ്ഥാനമാണ്. പക്ഷെ സ്വപ്നം കണ്ടതോടെ 1ാമത്തെ സ്ഥാനത്തെത്തി. ഇന്ന് പകൽ നിന്നെ എവിടൊക്കെ ചവിട്ടി താഴ്ത്താൻ നോക്കുന്നോ അവിടെയെല്ലാം ദൈവത്തിന്റെ കൃപ നിന്നെ അധികാരിയാകും. കൈ അടിച്ചു ദൈവത്തിന് ആരാധന കൊടുത്താട്ട് എവിടൊക്കെ നിന്നെ ഒതുക്കാൻ നോക്കുന്നോ അവിടെയെല്ലാം നീ അധികാരിയാകും യേശുവിൻ നാമത്തിൽ.